ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഉപ്പയുടെ സിറ്റിയിലോട്ട് നമ്മൾ വന്നതായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇന്ന് ജാതിക്ക് കുടിപ്പുണ്ടത്രേ. അപ്പോൾ ഞാനും കൂടി സഹായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ട്രേ ഒക്കെ എടുത്ത് നേരെ വെച്ച് അതിലോട്ട് നമ്മൾ ക്ലാസ്സിയൊക്കെ ഒന്ന് ഒപ്പിച്ചു കൊടുത്തു. ഒരുപാട് ട്രേ ഉണ്ടായിരുന്നു. ഇന്ന് റഹ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നായിരുന്നു ജാഥ. അപ്പോൾ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ട്രേ എടുത്ത് അതിലോട്ട് ക്ലാസ്സിയൊക്കെ ഒപ്പിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് പായസമൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതേ ഫാത്തിമ ഇവിടെ ഒപ്പിക്കുന്നുണ്ടായിരുന്നു. പാത്തു ഓരോരോ ട്രേയിൽ വെച്ചിട്ട് അങ്ങനെ ഒപ്പിച്ചിട്ട് ഞാൻ നേരെ ഈ സൈഡിൽ വന്നപ്പോഴോ എന്നോടും ഫാത്തുവിനോടും ഒപ്പിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഒപ്പിച്ചത്. ഞാൻ ആ സൈഡിലായിരുന്നു. ഞാനൊരു ട്രേ എടുത്തു ഈ സൈഡിലോട്ട് ഇങ്ങോട്ടേക്ക് അങ്ങ് വന്നു. പിന്നെ ഫാത്തു ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ സൈഡിൽ വെച്ചിട്ട് ഞാൻ ഒപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് ഞാൻ ഒപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ജാഥ വരുന്ന ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ ഞങ്ങൾ ജാഥ വരാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇത് മറ്റേവി പായസം എടുക്കാൻ വേണ്ടി വന്നു. പിന്നെ ഞാനും പാത്തുവിനും കൊടുക്കുമെന്ന് വന്ന് മറ്റേവിയുടെ കൂടെ മറ്റേവിയെ സഹായിച്ചു. എന്നിട്ട് നമ്മൾ പായസം കൊണ്ടുപോയി ഞാനും മറ്റേവിയും പാത്തുവിനും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അത് ഒഴിച്ചു. അതിനിടയ്ക്കാണ് ബാപ്പിയും ഹക്കുമെല്ലാം വന്നത്. അപ്പോൾ അവരും കൂടി ഇതൊക്കെ ഒപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതേ പാത്തു ഇവിടെ കട്ടിൽ മുഴുവൻ ഒപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഹക്ക് പറഞ്ഞു ഹക്കിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഹക്കിനെയും കൂടി വ്ളോഗിലോട്ട് ഉൾപ്പെടുത്തിയതിന് ശേഷം ഒരുപാട് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ജാഥ നോക്കാനായിട്ട്. പിന്നെ പാത്തു പായസം ഒഴിച്ചു. പിന്നെ പാത്തു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹക്കിൻ്റെ മൊബൈലും വാങ്ങിച്ചിട്ട് പിന്നെ എന്നെ ഒക്കെ കാണിച്ചു. അപ്പോൾ ചെറുതായിട്ട് ജാഥ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റോട്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പാത്തുവിൻ്റെ വ്ളോഗ് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ജാഥ എടുക്കുന്നതിനിടയ്ക്ക് ഇവളെ വന്നത് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൾ വീഡിയോൻ്റെ മറ്റേ ബട്ടൺ പോലും ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അത് പോട്ടെ. അപ്പോഴാണിത് ജാഥ വന്നെത്തി. പിന്നെ നമ്മളെല്ലാവരും ജാഥക്കാർക്ക് കുടിപ്പൊക്കെ കൊടുത്തു. അപ്പോൾ കുടിപ്പിലെ പായസങ്ങൾ എല്ലാവരും കുടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ എല്ലാവരും കുറച്ച് സമയത്തേക്ക് കസേല ഇട്ടിട്ടുണ്ടായിരുന്നു ആ സൈഡ്. ഇത് എത്രത്തോളം ആൾക്കാരെന്നറിയാം, ആ സൈഡ് വരെ ആൾക്കാരാണ്. അപ്പോൾ ഇത്രയും കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ഇത് ഇത്രയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര ടാറ്റാ ബൈ ബൈ. ടാറ്റാ.